ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു നാരങ്ങക്കറി വെക്കുന്ന വീഡിയോ ആണ്. നാരങ്ങ കുക്കറിനകത്താണ് വെക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണയിൽ വറുത്ത മുളക് പൊടി, കുറച്ച് 2-3 നാളി വെള്ളം ഇട്ട് കൊടുക്കുന്നത് കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കുതിർത്ത് വെച്ച പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെച്ച പുളി ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പുളിയെല്ലാം നല്ലോണം വേണം, നല്ല രസമുണ്ടാകും നാരങ്ങക്ക്. പിന്നെ പച്ചമുളക് ആദ്യമേ ഇട്ടിന്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നാരങ്ങൻ്റെ കൂടെ തന്നെ ഇട്ടിന്. ഇനി കുറച്ചും കൂടി വെള്ളവും കുറച്ച് പുളിയും വെള്ളമെല്ലാം കൂടി ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി പുളിവെള്ളം നല്ലോണം വീണ്ടും വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി നല്ലോണം പുളിയും എരിവും പുളിയെല്ലാം വേണം. കുറച്ച് മുളക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെള്ളം കറക്റ്റായിട്ട് വെള്ളം ഒരുപോലെ ആക്കിയാൽ പിന്നെ വെള്ളം ചേർത്ത് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വെള്ളം പാകത്തിനാക്കിയിട്ടാണ് ആക്കി നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പം വേവിക്കാൻ വെക്കുക. എല്ലാം ഒരുപോലെ ആക്കി മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം പാകത്തിന് കുക്കർ മൂടി വെച്ച് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ഇപ്പോൾ 2 വിസിൽ വന്നാൽ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അത് മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. വേവിച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് വെക്കുക. പക്ഷേ ഞാൻ കുറച്ച് ഈസി ആകാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കൽ. മൺചട്ടിയിലാണ് രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ സാധാരണ നാരങ്ങക്കറി വെക്കുക. പക്ഷെ ഞാൻ നാരങ്ങക്കറി റെഡിയാണ് വെക്കൽ. അപ്പോൾ ടേസ്റ്റ് രണ്ടും ഒരുപോലെ തന്നെയാണ്. വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ 2 വിസിൽ വന്നാൽ നാരങ്ങക്കറിയായി. ചട്ടി ചൂടായി നോക്കുന്ന വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി നല്ലതാണ്. രസം കിട്ടും. എല്ലാവരും ഇങ്ങനെ വെക്കലെന്ന് എനിക്കറിയില്ല. ഞാൻ വെക്കുന്ന രീതിയാണ്. വെളിച്ചെണ്ണ ചൂടായി ചട്ടിയിൽ കുറച്ച് ചൂടാക്കി കൊടുക്കുന്നുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നല്ലോണം ചൂടായിട്ട് വേണം കടുകിടാൻ വേണ്ടിയിട്ട്. പിന്നെ ചൂടാകാഞ്ഞാൽ കടുകിട്ടാൽ ചൂടായിട്ട് കടുക് നന്നായി കടുക് പൊട്ടാകുമ്പോൾ കുറേ ടൈം എടുക്കും. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക്, കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ചേർത്ത് കൊടുക്കണം. അങ്ങനെ കടുക് പൊട്ടി അതിൻ്റെ അകത്ത് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും വറ്റൽമുളക് ഇടുന്നുണ്ട്. കൂട്ടി ഇനി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നാരങ്ങൻ്റെ വറവായി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ നാരങ്ങക്കറി ഉണ്ടാക്കാം. എല്ലാവർക്കും ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. എല്ലാവരും എങ്ങനെയാണ് ആക്കുന്നതെന്നുള്ളത് അറിയില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാരങ്ങക്കറി റെഡിയായി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്